ഹലോ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യാറുണ്ട് ഫിസിക്കലി ആക്റ്റീവായി ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിൻ പവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്രെയിനിനെ ആക്റ്റീവാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസും കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് പതിവായി ചെയ്യാറുണ്ട്. അതെനിക്ക് വളരെ ബെനിഫിഷ്യലാണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര സിവിയർ മൈഗ്രെയിൻ പ്രോബ്ലം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാട്ടോ. കുഞ്ഞുനാൾ മുതലേ അനുഭവിക്കുന്ന, അതായത് ഭയങ്കര സ്റ്റൊമക്ക് അപ്സെറ്റ്, വൊമിറ്റിങ്, ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ വരാറുള്ള ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോഴും ആണ്, പക്ഷെ ഫാർ ബെറ്റർ നൗ. എനിക്ക് തോന്നുന്നു ഈ എക്സസൈസും കാര്യങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. ഓക്കെ. അപ്പം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ, പക്ഷെ അത് കണ്ട പലരും എന്നോട് ചോദിച്ചു ഇതെന്താണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിച്ചു കുറച്ചുകൂടി ക്ലിയർ ആക്കി പറഞ്ഞു തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡ്സ് ഉണ്ടല്ലോ, ബ്രെയിന് രണ്ട് സൈഡ്, ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഉണ്ട്. അപ്പോൾ അത് ഈക്വലി വർക്ക് ചെയ്യാൻ ആവശ്യമായ, അതായത് ബ്രെയിനിനെ എനർജറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ലെഫ്റ്റ് തമ്പ് റൈറ്റ് പിങ്കി, റൈറ്റ് തമ്പ് ലെഫ്റ്റ് പിങ്കി, ഇത് ഒരേ സമയം നമ്മൾ മൂവ് ചെയ്യണം. ഓക്കെ. ഇങ്ങനെ ആദ്യം കുറച്ച് ടഫായിരിക്കും. ഏതൊരു കാര്യം, നല്ലൊരു കാര്യവും ആദ്യം കുറച്ച് പാടായിരിക്കും, പിന്നെ ഈസി ആയിട്ട് വരും. നമ്മൾ പതിവായി ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുക, അത് ഒത്തിരി നല്ലതാണ്. എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ എക്സസൈസ് ഞാനിപ്പോൾ ആദ്യം കാണിച്ചു. രണ്ടാമത് റൈറ്റ് ഹാൻഡ് ഫോർവേഡ് ഡിറക്ഷനിൽ, ലെഫ്റ്റ് ഹാൻഡ് അതേസമയം ബാക്ക്വേർഡ് ഡിറക്ഷനിൽ സർക്കിൾ വരയ്ക്കുക. ഇതുപോലെ സർക്കിൾ വരയ്ക്കണം. ഓക്കെ. പിന്നെ ഹണ്ട് ദ റാബിറ്റ് എന്ന് പറയും. അതിങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് ലെഫ്റ്റ് ഇൻഡെക്സ്, ലെഫ്റ്റ് മിഡിൽ, റൈറ്റ് ഇൻഡെക്സ്, അതുപോലെ തന്നെ തിരിച്ചു. ഓക്കെ. മാക്സിമം സ്പീഡിൽ ചെയ്യുക. ഓക്കെ. എത്രത്തോളം ഫാസ്റ്റായിട്ട് ചെയ്യാമോ അത്രത്തോളം ഫാസ്റ്റായിട്ട് ചെയ്യുക. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തും ചെയ്യാറുണ്ട്. ഇപ്പം റൈറ്റ് ഹാൻഡ് കൊണ്ട് ബ്രഷ് ചെയ്യുന്നത് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തും ചെയ്യും. അതുപോലെ തന്നെ കുക്കിങ്, ദോശ ചുടുന്നത് ഇപ്പം റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യും, അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യും. ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുന്നത് അല്ലെങ്കിൽ പുട്ടിന് മാവ് ഒഴിക്കുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യും, അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ്. അപ്പം നമ്മൾ ബോത്ത് ഹാൻഡ്സ് യൂസ് ചെയ്യുന്നത് രണ്ട് സൈഡും, ബ്രെയിനിൻ്റെ രണ്ട് സൈഡും സെക്ഷനും വർക്ക് ചെയ്യാൻ ഒത്തിരി നല്ലതാണ്. ഓക്കെ. പിന്നെ അടുത്തത് പ്രഷർ പോയിന്റ്സിൻ്റെ കാര്യം. അപ്പം ഇവിടെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ട്, അതുപോലെ ഇവിടെയുണ്ട്. അപ്പം അത് നമ്മൾ ജസ്റ്റ്, ഇതെനിക്ക് ഞാൻ ഹെഡേക്ക് വരുമ്പോൾ ചെയ്യുന്നതാട്ടോ. എനിക്ക് ഒത്തിരി അത് ചേഞ്ച് വരാറുണ്ട് ആ സമയത്ത്. നിങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുക. ഓക്കെ. ഇങ്ങനെ ടാപ്പ് ചെയ്യുക. പിന്നെ ഇങ്ങനെ. ഓക്കെ. പിന്നെന്താ, പിന്നെ ഇവിടെ എല്ലാം പ്രഷർ പോയിന്റ്സ് ആണ്. അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മാക്സിമം സ്പ്രെഡ് ചെയ്യുക കൈ. ഇതുപോലെ മാക്സിമം സ്പ്രെഡ് ചെയ്യുക. ഇതൊക്കെ ബ്രെയിനിന് നല്ലതാണ്. ഓക്കെ. പിന്നെന്താണ്, ഇവിടെ ഒക്കെ പ്രഷർ പോയിന്റ്സ് ആണ് ഇവിടെ എല്ലാം. അപ്പം നമ്മൾ നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ മടക്കി ഇങ്ങനെ മാക്സിമം അതിൽ പ്രഷർ കൊടുക്കുക. എന്നിട്ടിങ്ങനെ ഹോൾഡ് ചെയ്യുക. വീണ്ടും മാക്സിമം പ്രഷർ കൊടുക്കുക, പ്രഷർ കൊടുത്തിട്ട് ഹോൾഡ് ചെയ്യുക, പിന്നെ ഇങ്ങനെ വിടുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഫ്രണ്ടിലോട്ട് നടക്കുന്നത് ഞാൻ ബാക്കിലേക്ക് നടക്കാറുണ്ട്. അതുപോലെ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതും, ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തും അതുപോലെ എഴുതും. പിന്നെ റൈറ്റ് ഹാൻഡ് കൊണ്ട് സർക്കിൾ വരയ്ക്കും, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് സർക്കിൾ വരയ്ക്കും. അതായത് റൈറ്റിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലെഫ്റ്റ് യൂസ് ചെയ്തും ചെയ്യും. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ ലെഫ്റ്റിൽ ചെയ്യുന്നതെല്ലാം റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. ഇതുകൊണ്ട് എനിക്ക് വളരെ ചേഞ്ചസ് ഉണ്ട്, എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. എൻ്റെ ഒരു കുറേ മൂഡ് സ്വിങ്സും ഫാറ്റിഗ്നെസ് ഒക്കെ ഒത്തിരി ചേഞ്ചസ് എനിക്കുണ്ട്. നമ്മൾ കുറച്ചുകൂടി ലൈവ് ആകും, നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി, ടേക്ക് കെയർ.